വെൽക്കം ടു സൈലന്റ് ബാങ്കിങ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക്സും അവരുടെ ടാഗ് ലൈൻസും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെ ഫൗണ്ടേഷൻ ചെയ്തത് ആരൊക്കെയാണ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ കാണുന്നവരായിരിക്കും, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക. നിങ്ങളുടെ ഫുൾ പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഈ ചാനലിൽ വരിക. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കുക, ഡെയിലി വീഡിയോസ് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക, വേഗം ജോലി വാങ്ങാം. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി എന്ത് ചെയ്യണം, ഇത്തരം ബാങ്കുകളുടെ മോർ ദാൻ 50% ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇപ്പോൾ 49.99% സ്റ്റേക്ക് ഹോൾഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മോർ ദാൻ 50% ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കണം? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇനി ഈ ബാങ്കുകൾക്കൊക്കെ പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകൾക്കൊക്കെ ഫിനാൻഷ്യൽ അഡ്വൈസസും ഗൈഡ് ലൈൻസും കൊടുക്കുന്ന ആരായിരിക്കും? ഒരു വ്യക്തിയാണോ? അല്ല, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. എല്ലാ ഗൈഡ് ലൈൻസും കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റെഡിയാണല്ലോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. ഇനി നമുക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ ആരാണ്, നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇയർ ഏതാണ്. അപ്പൊ എന്താണ് ഈ നാഷണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഈ പ്രൈവറ്റൈസേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ കേൾക്കുന്നുണ്ടാവും റെയിൽവേയിലെ കുറെ ഭാഗങ്ങൾ എന്താവുന്നുണ്ടാവും, പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ? പ്രൈവറ്റൈസേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒന്നുമില്ല, പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയ കുറെ ബാങ്കുകളെ എന്ത് ചെയ്തു, ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്തു. എന്നിട്ട് ഇതിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് പിന്നീട് ആരായിരിക്കും? നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. അതായത് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാ ഗൈഡ് ലൈൻസും നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്ന ആരായിരിക്കും? പിന്നെ നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ 1969 എന്ത് ചെയ്തു? 1969 ഏകദേശം ഇവിടെ ഇത് കാണില്ല അല്ലെ? ഓക്കെ, 1969 ഏകദേശം ഒരു 14 ബാങ്കുകളെ എന്ത് ചെയ്തു? 1969 14 ബാങ്കുകളെയാണ് നമ്മുടെ ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്തത്, നാഷണലൈസ് ചെയ്തത്. അതിനുശേഷം 1980 6 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് 12 പബ്ലിക് സെക്ടർ ബാങ്കുകളെ പഠിക്കാം, ഇതിന്റെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇയർ പഠിക്കാം, ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കാം, MD and CEO പഠിക്കാം, ഫൗണ്ടേഷൻ പഠിക്കാം, ടാഗ് ലൈൻ കൂടി പഠിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 12 പബ്ലിക് സെക്ടർ ബാങ്കുകളെയും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ബാങ്ക് എന്ന് വരുന്നവർ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. സെൻട്രൽ അല്ലെങ്കിൽ CC വരുന്നവരെ, UU വരുന്നവരെ, ഇന്ത്യൻ വരുന്നവരെ, പഞ്ചാബ് വരുന്നവരെ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ആക്കി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ബാങ്ക് വരുന്നവർ ആരൊക്കെയാണ്? ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. കിട്ടിയോ? ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പിന്നെ ഏതായിരുന്നു? ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. നെക്സ്റ്റ് കാനറ, CC വരുന്നത് നോക്കാം. കാനറ ബാങ്ക്, പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. കാനറ ബാങ്കും ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ ഏതൊക്കെയാണ്? ഇന്ത്യൻ ബാങ്കും ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഉണ്ട്. നെക്സ്റ്റ് ഏതാണ്? പഞ്ചാബ്. ഏതൊക്കെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കും ഉണ്ട്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കും ഉണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കും ഉണ്ട്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കും ഉണ്ട്. നെക്സ്റ്റ് UU വരുന്നത് നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, യൂക്കോ ബാങ്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ബാങ്ക് വരുന്നത് ഏതൊക്കെയായിരുന്നു? ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. നെക്സ്റ്റ് C വരുന്നത് കാനറ ബാങ്കും ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ വരുന്നത് ഇന്ത്യൻ ബാങ്കും ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഉണ്ട്. പഞ്ചാബ് ഏതൊക്കെയായിരുന്നു? പഞ്ചാബ് നാഷണൽ ബാങ്കും ഉണ്ട്, പിന്നെ ഏതൊക്കെയായിരുന്നു? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കും ഉണ്ട്. നെക്സ്റ്റ് UU വരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്, യൂക്കോ ബാങ്കും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവസാനമായിട്ട്
റെഡി? ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ആലോചിച്ച് വെക്കാനും ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതുണ്ടല്ലോ, ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ബാങ്കുകളാണെങ്കിൽ, ഈ ഓഫ് ഇന്ത്യ വരുന്ന ബാങ്കുകളാണെങ്കിൽ എന്ത് ചെയ്യാം? ഓഫ് ഇന്ത്യ വരുന്നതാണെങ്കിൽ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓക്കെ, ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആയിരിക്കും. ഇനി ഏതൊക്കെയാണ്? പഞ്ചാബ് വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതൊക്കെയാണ്? പഞ്ചാബ് ആണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹി ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി ഏതാണ് വരുന്നത്? നമ്മുടെ ഇന്ത്യൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇന്ത്യൻ ആണെങ്കിൽ നമുക്ക് ചെന്നൈ. ഇന്ത്യൻ ആണെങ്കിൽ ചെന്നൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓഫ് ഇന്ത്യ വരുന്നുണ്ടെങ്കിൽ മുംബൈ ആണ്, പഞ്ചാബ് വരുന്നുണ്ടെങ്കിൽ ഡൽഹി ആണ്, ഇന്ത്യൻ വരുന്നുണ്ടെങ്കിൽ ചെന്നൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ബാങ്കിലോട്ട് പോവാം. ദാറ്റ് ഇസ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഫൗണ്ടേഷൻ ചെയ്തത് ആരൊക്കെയാണ്? മഹാരാജ ഓഫ് ബറോഡയും ഉണ്ട്, മഹാരാജ സയാജി റാവോ ഗെയ്ക്വാഡ് 3. എപ്പോഴാണ്? 1908ലാണ്. ഡേയും മന്തും അങ്ങനെ ആലോചിക്കേണ്ട കേട്ടോ. നെക്സ്റ്റ് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1969 ആണ്. നമ്മൾ പറഞ്ഞു 14 ബാങ്കുകളാണ് 1969 നാഷണലൈസ്ഡ് ആയത്. അതിലൊരു ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ ആണെന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വഡോദര, ഗുജറാത്ത്. ബറോഡയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വഡോദര, ഗുജറാത്ത് ആണ്. ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക്. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബാങ്ക്, ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക്. ഏതിന്റെയാണ്? നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ടാഗ് ലൈൻ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ദേവ്ദത്ത് ചന്ദ് ആണ് MD ആൻഡ് CEO. ദേവ്ദത്ത് ചന്ദ്. അപ്പൊ ബാങ്ക് ഓഫ് ബറോഡ 1969ലാണ് എന്ത് വന്നത്? നാഷണലൈസ്ഡ് ആയത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വഡോദര, ഗുജറാത്ത് ആണ്. ടാഗ് ലൈൻ എന്തായിരുന്നു? ഇന്ത്യാസ് ഇന്റർനാഷണൽ ബാങ്ക്. ക്ലിയർ? നെക്സ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ എന്ത് വിളിക്കും? ബോയ് എന്ന് വിളിക്കും അല്ലെ? ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ BOI, ബോയ് എന്ന് വിളിക്കും. അപ്പൊ ഇതിന്റെ ഫൗണ്ടേഷൻ ചെയ്തത് 1906ലാണ്. മുംബൈയിലുള്ള എമിനന്റ് ആയിട്ടുള്ള ബിസിനസ്മാൻസ് ആണ് ഇതിന്റെ ഫൗണ്ടേഷൻ ചെയ്തത്. ഇത് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇയർ അഗൈൻ 1969 ആണ്. MD ആൻഡ് CEO എന്ന് പറയുന്നത് രജ്നീഷ് കർണാടക. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? നമ്മൾ പറഞ്ഞു ഓഫ് ഇന്ത്യ വരുന്നതൊക്കെ മുംബൈ ആയിരിക്കും. നമ്മൾ പഠിച്ചു അല്ലെ? ഓഫ് ഇന്ത്യ വരുന്നതൊക്കെ മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ നോക്കാം, യെസ്, മുംബൈ. ഓഫ് ഇന്ത്യ വരുന്നതിനൊക്കെ മുംബൈ ആണ്. അപ്പൊ നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സും മുംബൈ ആണ്. ടാഗ് ലൈൻ എന്താ? റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. ബോയ്സ് ഒക്കെ എന്താ പറയാ? ബോയ് പറഞ്ഞു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൈസയ്ക്കും അപ്പുറമാണ് അല്ലെ? ഒന്നും അല്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബാങ്കിന്റെയും അപ്പുറത്താണ്, ബാങ്കിങ്ങിന്റെയും അപ്പുറത്താണെന്നാണ് നമ്മുടെ BOI ബോയ് പറയുന്നത്. ബോയ് പറഞ്ഞു റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. അപ്പൊ നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ ആണ്. ടാഗ് ലൈൻ എന്തായിരുന്നു? റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. റെഡി? ഇനി ഫസ്റ്റ് ബാങ്ക്. ഈ ബാങ്ക് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക കേട്ടോ. രജ്നീഷ് കർണാടകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO. നെക്സ്റ്റ് എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പൂനെയാണ്. MD ആൻഡ് CEO AS രാജീവ്. ഫൗണ്ടേഷൻ 1935ലാണ്. നാഷണലൈസ്ഡ് ആയത് അഗെയിൻ 1969ലാണ്. ഇത് നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? മഹാരാഷ്ട്ര എന്നുള്ളതിൽ നിന്ന് നമുക്ക് മഹാ എടുത്താൽ ഇവിടെ നമുക്കൊരു രാജനെയും കാണാം അല്ലെ? അപ്പൊ മഹാരാജ് നമ്മൾ ആലോചിച്ചാൽ മതി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ MD ആൻഡ് CEO ഒരു രാജാവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ദാറ്റ് ഇസ് രാജീവ്. MD ആൻഡ് CEO എന്ന് പറയുന്നത് രാജീവ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അതിൽ മഹാ ഉണ്ട്, MD ആൻഡ് CEO ആരുണ്ട്? ഒരു രാജാവുണ്ട്. അപ്പൊ മഹാരാജിന്റെ ടാഗ് ലൈൻ എന്തായിരിക്കും? മഹാരാജാവ് പറയും നിങ്ങൾ എല്ലാവരും എനിക്ക് സെയിം ആണ്, എല്ലാവരും എന്റെ പ്രജകളാണെന്നല്ലേ പറയാ. അപ്പൊ അതിന്റെ ടാഗ് ലൈൻ ഒബ്വിയസ്ലി എന്താണ്? വൺ ഫാമിലി വൺ ബാങ്ക്. വൺ ഫാമിലി വൺ ബാങ്ക്. മഹാരാജാവ് പറയോ നിങ്ങൾക്ക് എല്ലാവരും ഓരോ ബാങ്ക് എടുത്തോ? അങ്ങനെയാണോ പറയാ? അല്ല, നമ്മൾ എല്ലാവരും ഒരു കുടുംബമാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബാങ്ക് മതി എന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്? നമ്മുടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പറഞ്ഞത്. അതിന്റെ CEO ആരാണ്? നമ്മുടെ രാജാവാണ്, മഹാരാജാണ്. ദാറ്റ് ഇസ് രാജീവ്. റെഡി? നെക്സ്റ്റ് ഇസ് കാനറ ബാങ്ക്. കാനറ ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഫൗണ്ടേഷൻ ആരാണ്? അമിബാൽ സുബ്ബറാവു പൈ. നാഷണലൈസ്ഡ് ആയത് അഗെയിൻ 1969 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരു. MD ആൻഡ് CEO വരുന്നത്
സത്യനാരായണ രാജു. ടാഗ്ലൈൻ എന്താണ്? ടുഗെദർ വി ക്യാൻ. ഓക്കെ, ടുഗെദർ വി ക്യാൻ. നമ്മൾ അടിപൊളിയായിട്ട് ഒത്തുപിടിച്ചാൽ നമ്മൾ അടിപൊളിയാണ് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ കാനറ ബാങ്ക് പറയുന്നത്. അപ്പൊ കാനറ ബാങ്കിനെ നമ്മൾ എങ്ങനെ ആലോചിക്കാം? ബംഗളൂരു ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെ. ബംഗളൂരുവിൽ എല്ലാവരും എങ്ങനെയാണ് ചില്ല് ചെയ്ത് നടക്കുക? ബാംഗ്ലൂർ പോയാൽ ബാംഗ്ലൂർ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അടിപൊളിയായി ചില്ല് ചെയ്ത് ഫുൾ വൈബ്രന്റ് ആയി ഹാപ്പി ആയി നടക്കുന്ന കുറേ ആ ഒരു മൊമെന്റ്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ കുറെ അങ്ങനെയുള്ള ആൾക്കാരെയാണ്, ഫുൾ പാർട്ടി ചെയ്ത് നടക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഓർമ്മ വരിക. കുറെ ലൈറ്റ്സ്, പബ്സ്, അങ്ങനെ അടിപൊളി ഒരു ലൈഫാണ് നമുക്ക് ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക അല്ലെ. അപ്പോൾ അവിടെ കൊക്കക്കോളയൊക്കെ നമ്മൾ ക്യാനിൽ കുടിച്ച് നടക്കുന്നതാണ് നമുക്ക് ആലോചിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഉള്ളിൽ നമുക്ക് ക്യാൻ എടുത്താൽ ബാംഗ്ലൂരിലെ ആൾക്കാർ ക്യാനിൽ എന്താണ് കൊക്കക്കോളയോ പെപ്സിയോ ഒക്കെ കുടിച്ചിങ്ങനെ നടക്കുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാനറ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കാനറയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരു ആണെന്നുള്ള കാര്യം ആലോചിക്കുക. MD ആൻഡ് CEO എന്ന് പറയുന്നത് സത്യനാരായണ രാജു ആണ്. സത്യനാരായണ രാജു. അപ്പോൾ ഇതിന്റെ ടാഗ് ലൈൻ എന്തായിരുന്നു? ടുഗെദർ വി ക്യാൻ അല്ലെ. ടുഗെദർ വി ക്യാൻ. നിങ്ങൾ ആലോചിച്ചാൽ മതി, ബാംഗ്ലൂരൊക്കെ പോയിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് നടക്കോ? ഭയങ്കര റെന്റ് ആയിരിക്കും അല്ലെ. റെന്റ് കൊണ്ട് നമ്മൾ റെന്റ് കൊടുത്ത് നമുക്ക് മതിയാവും അല്ലെ. പക്ഷേ നമ്മൾ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? റെന്റ് കുറച്ച് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഷെയർ കുറച്ച് കൊടുത്താൽ മതിയാവും അല്ലെ. ദാറ്റ് ഈസ് ടുഗെദർ നമുക്ക് അടിപൊളി ലൈഫ് ബാംഗ്ലൂർ ജീവിക്കാൻ പറ്റും. നമുക്കിങ്ങനെ കൊക്കക്കോളയൊക്കെ ക്യാനിലൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് പാർട്ടി ചെയ്ത് നടക്കാൻ പറ്റുന്ന ആലോചിക്കുക. ദാറ്റ് ഈസ് കാനറ ബാങ്ക്. ടുഗെദർ വി ക്യാൻ ആണ് നമ്മുടെ ടാഗ് ലൈൻ. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂർ ആണ്. റെഡി ആണല്ലോ? നാഷണലൈസ്ഡ് ആയത് 1969 MD ആൻഡ് CEO ആരായിരുന്നു? സത്യനാരായണ രാജു. ഇനി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ സോർബ്ജി പോച്ച്ഖാൻവാല. ഓക്കെ, സോർബ്ജി പോച്ച്ഖാൻവാലയാണ് 1911 എന്ത് ചെയ്തത്? ഫൗണ്ടേഷൻ ചെയ്തത്. നാഷണലൈസ്ഡ് ആയത് 1969 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ആലോചിച്ച് പറഞ്ഞേ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓഫ് ഇന്ത്യ വന്നാൽ ഏതാണ്? മുംബൈ ആണ്. ഓഫ് ഇന്ത്യ വന്നാൽ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. MD ആൻഡ് CEO MV റാവു. ടാഗ് ലൈൻ എന്താ? സെൻട്രൽ ടു യു സിൻസ് 1911. അല്ലെങ്കിൽ ബിൽഡ് എ ബെറ്റർ ലൈഫ് അറൗണ്ട് us. റെഡി ആണല്ലോ? അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO പറഞ്ഞു, നിങ്ങൾ സെൻട്രൽ നിൽക്കൂ, ഞങ്ങളാണ് സെൻട്രൽ, ബാക്കി എല്ലാവരും ഞങ്ങളുടെ ചുറ്റും നിന്നോളൂ, ഞങ്ങൾക്ക് പേടിയില്ല, എല്ലാവരും ഞങ്ങളുടെ ചുറ്റിലും നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആരാണ്? MD പറഞ്ഞു, ഞങ്ങൾ സെൻട്രൽ നിൽക്കാം, നിങ്ങളൊക്കെ ചുറ്റിലും നിന്നോ. ആരായിരുന്നു? റാവു. ഓക്കെ, ചുറ്റിലും നിന്നോ എന്നുള്ളതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. നിന്നോ എന്ന് പറഞ്ഞത് ആരാണ്? റാവു. ആരാണ് നിന്നോ എന്ന് പറഞ്ഞത്? റാവു ആണ്. ദാറ്റ് ഈസ് MD ആൻഡ് CEO എന്ന് പറയുന്നത് MV റാവു. ഇതെന്താണ്? എന്നിട്ട് എന്താ ചുറ്റിലും നിന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ചുറ്റും ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾ ഉണ്ടായിക്കോളൂ. ബിൽഡ് എ ബെറ്റർ ലൈഫ് അറൗണ്ട് us. സെൻട്രൽ ടു യു സിൻസ് 1911. ഇത് രണ്ടും നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻസ് ആയിരുന്നു കേട്ടോ. ഇനി ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? മുംബൈ ആണ്. നെക്സ്റ്റ് ഇസ് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിന്റെ ഫൗണ്ടേഷൻ ആരാണ്? വി കൃഷ്ണസ്വാമി അയ്യർ ആൻഡ് രാമസ്വാമി ചെട്ടിയാർ. കൃഷ്ണസ്വാമി അയ്യറും രാമസ്വാമി ചെട്ടിയാറുമാണ്. 1911 നാഷണലൈസേഷൻ എഗെയിൻ 1969 നമ്മൾ പറഞ്ഞു ഇന്ത്യൻ എന്ന് നമ്മുടെ ബാങ്കിന്റെ പേരിലുണ്ടെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതായിരുന്നു? ഇന്ത്യൻ എന്ന് ബാങ്കിലുണ്ടെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് വെരി ഗുഡ്, ചെന്നൈ ആണ്. ഇന്ത്യൻ എന്ന് ബാങ്കിലുണ്ടെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈ ആണെന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. MD ആൻഡ് CEO ആരാണ്? വളരെ ശാന്തിയും സമാധാനവും ഉള്ള ആളാണ്, നമ്മുടെ ശാന്തിലാൽ ജെയിൻ ആണ് എന്ത് പറഞ്ഞത്? നമ്മുടെ MD എന്ന് പറയുന്നത്. അപ്പൊ വളരെ ശാന്തിയുള്ള ആൾക്കാർ പറയും എന്താണ്? എൻ്റെ ബാങ്ക് നിന്റെയുമാണ് അല്ലെ, എൻ്റെ ബാങ്ക് നിന്റെയുമാണ്. അപ്പൊ പറഞ്ഞു നമ്മുടെ ശാന്തിലാൽ എന്താ പറഞ്ഞത്? ടാഗ് ലൈൻ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ബാങ്കിന്റെ ടാഗ് ലൈൻ എന്താണ്?
യുവർ ഓൺ ബാങ്ക്, നിന്റെ സ്വന്തം ബാങ്ക് ആയിട്ട് കണ്ടോളൂ അല്ലെ. ഭയങ്കര ശാന്തിയുള്ള ഭയങ്കര പാവമുള്ള ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ പോയാൽ അവരെന്താ പറയാ, ഈ വീട് നിങ്ങളുടെ സ്വന്തം വീടായിട്ട് കണ്ടോളൂ അല്ലെ, എടുത്തോളൂ, വേണമെങ്കിൽ എടുത്ത് പൊയ്ക്കോളൂ അല്ലെ. ഭയങ്കര സ്നേഹമാണ് അവർക്ക്, ഭയങ്കര ഒരു പ്രശ്നമില്ല, ഭയങ്കര ശാന്തി സമാധാനമാണ് അവർക്ക് അല്ലെ. അപ്പൊ പറഞ്ഞു യുവർ ഓൺ ബാങ്ക്, നിങ്ങളുടെ സ്വന്തം ബാങ്ക് ആയിട്ട് കണ്ടോളൂ എന്നാണ് ഇന്ത്യൻ ബാങ്കിന്റെ MD and CEO ആരാണ്? വളരെ പാവം വളരെ ശാന്തിയുള്ള ശാന്തിലാൽ ജെയിൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ഇന്ത്യൻ എന്ന് ബാങ്കിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ചെന്നൈ ആണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. 1969 നാഷണലൈസ് ചെയ്തത്. റെഡി. നെക്സ്റ്റ് ഇസ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ MD and CEO വരുന്നത് അജയ് കുമാർ ശ്രീവാസ്തവയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കാതെ പറയൂ. ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? ഇന്ത്യൻ എന്നുണ്ടെങ്കിൽ ചെന്നൈ ആണ്. നെക്സ്റ്റ് നാഷണലൈസ് ആയത് അഗൈൻ 1969 ഫൗണ്ടേഷൻ M ചിദംബരം ചെട്ടിയാർ. ഓക്കെ, ടാഗ് ലൈൻ പറഞ്ഞില്ല, എ ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്. ഞങ്ങൾ സൂപ്പർ ആണ്, ഞങ്ങൾ ഒരു ഗുഡ് പീപ്പിൾ ആണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വളർന്നോളൂ എന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പറഞ്ഞത്. അപ്പൊ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്. ആദ്യം നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ബാങ്ക് ആണ്, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫൗണ്ടേഴ്സ് ഏതൊക്കെയാണ്? സ്വദേശി മൂവ്മെന്റിന്റെ സെവറൽ ലീഡേഴ്സ് ആണ്. സ്വദേശി മൂവ്മെന്റിന്റെ ഉള്ളിലുള്ള കുറെ ലീഡേഴ്സ് ആണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദയാൽ സിംഗ്, ലാല ലജ്പത് റായ് ഇൻ മെയ് 1894. നാഷണലൈസ്ഡ് ആയത് 1969 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദ്വാരക, ഡൽഹി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചാബ് എന്നുണ്ടെങ്കിൽ ഡൽഹിയാണ് കേട്ടോ. പഞ്ചാബ് എന്നുണ്ടെങ്കിൽ ഡൽഹിയാണ്. ഇനി MD and CEO എന്താണ്? അതുൽ കുമാർ ഗോയൽ. ഗോ പഞ്ചാബ് എന്ന് ആലോചിച്ചാൽ മതി. അതുൽ കുമാർ ഗോയൽ ആണ്. ഗോ പഞ്ചാബ് എന്ന് ആലോചിച്ചാൽ മതി. ഗോ പഞ്ചാബ് എന്ന് ആലോചിച്ചാൽ അതുൽ കുമാർ ഗോയൽ. നിങ്ങൾ ഓപ്ഷനിൽ ഒരു ഗോ പേരിലുള്ള ആളെ MD and CEO ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. അതുൽ കുമാർ ഗോയൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാങ്കിന്റെ പേരിൽ പഞ്ചാബ് ഉണ്ടെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉറപ്പായിട്ടും ഡൽഹി ആയിരിക്കും. നെക്സ്റ്റ് ടാഗ് ലൈൻ എന്താണ്? അവരവരുടെ പേരിലാണ് ഫോക്കസ് ചെയ്തത്. ഓക്കെ, അവരൊരു പേരിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്ക് നെയിമിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുൽ കുമാർ ഗോയൽ പഞ്ചാബ് ഗോ എന്ന് ആലോചിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് നെയിമിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. റെഡി. നെക്സ്റ്റ് എന്താണ്? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതായിരിക്കും എന്ന് നോക്കാതെ പറയാ. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? ഡൽഹിയാണ്. പഞ്ചാബ് എന്നുണ്ടെങ്കിൽ ഡൽഹിയാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. ഇത് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1980 ആണ്. 1980 6 ബാങ്ക് ആണ്. 6 ബാങ്കുകളാണ് നാഷണലൈസ് ആയത്. അതിലൊരു ബാങ്ക് എന്ന് പറയുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആണ്. ഇതിന്റെ MD and CEO ആരാണ്? സ്വരൂപ് കുമാർ സാഹ. നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അതുൽ കുമാർ ഗോയൽ, പഞ്ചാബ് ഗോ. പക്ഷെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആവുന്ന സമയത്ത് സ്വരൂപ് കുമാർ സാഹയാണ് കേട്ടോ. അപ്പൊ പഞ്ചാബിന്റെ കൂടെ സിന്ധും കൂടെ വന്നപ്പോ ഒരു പേരിനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആർക്കാണ്? സർവീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദാറ്റ് ഈസ് വേർ സർവീസ് ഈസ് എ വേ ഓഫ് ലൈഫ് ആണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് എഴുതണമെങ്കിൽ ഞാൻ ഒന്ന് റിമൂവ് ചെയ്തുതരാം. വേർ സർവീസ് ഇസ് എ വേ ഓഫ് ലൈഫ് ആണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചാബിന്റെ കൂടെ സിന്ധും കൂടെ വന്നപ്പോൾ അവിടെ സർവീസ് വന്നു. ഓക്കെ, വെറും പഞ്ചാബ് ആയിരുന്നപ്പോൾ നെയിമിനായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. റെഡി ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ എന്താണ്? സേഠ് സീതാറാം പോഡാർ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നാൽ മുംബൈ ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടേതും ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ഇതിന്റെ MD and CEO നിങ്ങൾ മറക്കാതിരിക്കുക. ദാറ്റ് ഇസ് A മണിമേഖലൈ. നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആരാണ്? MD and CEO. നമ്മൾ ഇതുവരെ പഠിച്ച ബാങ്കുകളിൽ നമ്മൾ ആരെയും ലേഡി MD and CEO പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD and CEO എന്ന് പറയുന്നത് ഗേൾ പവർ ആണ്. ദാറ്റ് ഇസ് മണിമേഖലൈ. A മണിമേഖലയാണ് MD and CA.
CEO. That is tagline എന്താണ്? A good people to bank with. Good people to bank with ആണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത്. Good people to bank with. Good people to bank with. നെക്സ്റ്റ് എന്താണ്? യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കിന്റെ ഫൗണ്ടേഷൻ ആരാണ്? GD ബിർള ഇൻ 1943. നാഷണലൈസ്ഡ് ആയത് 1969 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? കൊൽക്കത്ത. MD and CEO വരുന്നത് അശ്വിനി കുമാർ. ടാഗ് ലൈൻ എന്താണ്? ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. ഹോണേഴ്സ് യുവർ ട്രസ്റ്റ് ആണ് യൂക്കോ ബാങ്കിന്റെ എന്ത് പറയുന്നത്? ടാഗ് ലൈൻ വരുന്നത്. ഇതെങ്ങനെ ആലോചിക്കുക? യൂക്കോ നമ്മൾ കൊൽക്കത്ത, യൂക്കോയും കൊൽക്കത്തയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. യൂക്കോ കൊൽക്കത്ത, യൂക്കോയും കൊൽക്കത്ത, യൂക്കോ ആൻഡ് കോൽ, യൂക്കോ കോൽ എന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി കേട്ടോ. യൂക്കോയും ഉണ്ട്. യൂക്കോ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. MD and CEO എന്ന് പറയുന്നത് അശ്വിനി കുമാർ ആണ്. ഇനി ഈ ഹെഡ് ക്വാർട്ടേഴ്സും CEO നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് അല്ലെ. അപ്പൊ കോൽ എന്ന് കേൾക്കുമ്പോൾ കോൾഗേറ്റ് അല്ലെ. അപ്പൊ ഈ കോൾഗേറ്റ് നമ്മൾ ബ്രഷ് ചെയ്യാനും യൂസ് ചെയ്യും. പക്ഷെ ഈ അശ്വിനി കുമാറിലെ ഈ ആഷ് നമ്മൾ എന്താണ് പറയുക, കരി കൊണ്ടും പല്ല് തേക്കില്ലേ? നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയില്ല. കരി കൊണ്ടും പല്ല് തേക്കും അല്ലെ. കരിപ്പൊടി ഉമിക്കരി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയാ. ഈ ഉമിക്കരി എന്ന് പറയുന്നത് എന്താണ്? ചാരമാണ് അല്ലെ. കോൾഗേറ്റും യൂസ് ചെയ്ത് പല്ലേക്കും, ചാരം യൂസ് ചെയ്തും പല്ലേക്കും. അപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ കോൾഗേറ്റ് പിടിച്ചാൽ നമുക്ക് അവിടെ അശ്വിനി കുമാറിന്റെ ആഷ് കിട്ടും അല്ലെ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ ആണ്. MD and CEO എന്ന് പറയുന്നത് അശ്വിനി കുമാർ ആണ്. ടാഗ് ലൈൻ ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. നമ്മുടെ ഫൈനൽ ലാസ്റ്റ് ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. അപ്പൊ SBI നാഷണലൈസ്ഡ് ബാങ്ക് ആണോ അല്ലയോ എന്ന് ഭയങ്കര ഡൗട്ടാണ് അല്ലെ. SBI എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു 1969 പക്ഷെ നാഷണലൈസ്ഡ് ആയിട്ടില്ലല്ലോ. പക്ഷെ അതിന് മുന്നേ ആയി. ഓക്കെ, 1955 SBI നാഷണലൈസ്ഡ് ആയി. അപ്പോൾ ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 1806 ബാങ്ക് ഓഫ് കൽക്കട്ട വന്നു. ഇനി 1840 ബാങ്ക് ഓഫ് ബോംബെ വന്നു. 1843 ബാങ്ക് ഓഫ് മദ്രാസ് വന്നു. അതിനുശേഷം 1921 ഇതിനെ ഒക്കെ ചേർത്ത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി. ഓക്കെ, 1921 ഇതെല്ലാം ചേർത്ത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി. അതിനുശേഷം എന്ത് ചെയ്തു? 1955 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇതിനെ നാഷണലൈസ് ചെയ്തു. ഓക്കെ, 60% ഓഫ് ദി സ്റ്റേക്ക് അപ്പോൾ RBIക്ക് ഉണ്ടായിരുന്നു. RBI ത്രൂ ആണ് ആദ്യം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്തത്. അതിനുശേഷം 2007 എന്ത് ചെയ്തു? RBIയുടെ സ്റ്റേക്കും കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നാഷണലൈസ്ഡ് ആയി നമ്മുടെ SBI എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ SBI എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങളടുത്ത് ഇത്രയും കാര്യം ഞാൻ പറയാൻ കാരണം ആരും ഒരു ഡൗട്ട് വെക്കരുത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് ആണോ എന്ന് ആർക്കും ഡൗട്ട് വേണ്ട. നാഷണലൈസ്ഡ് ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? മുംബൈ ആണ്. ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖര. ടാഗ് ലൈൻ എന്ന് പറയുന്നത് കുറച്ചധികം എണ്ണം ഉണ്ട്. ദ ബാങ്കർ ടു എവറി ഇന്ത്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിന്റെ ലോഗോയും ഒക്കെയാണ് അല്ലെ. ദാറ്റ് ഈസ് the banker to every Indian, the nation banks to us, a bank of common man, with you all the way. Pure banking, nothing else. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ മെർജസും ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് കോഡ്സ് ഒക്കെ വെച്ച് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്, പിന്നെ കുറച്ച് സിമിലർ ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും മറക്കരുത്. അപ്പോൾ 1-2 പ്രാവശ്യം വീഡിയോസ് ഒക്കെ കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, 2 പ്രാവശ്യം റിവൈസ് ചെയ്യുക, അപ്പോഴത്തേക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ സൗണ്ട്സും ആ ഒരു കോഡ്സും ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇനി മനപ്പാടമാണ് ഈ ഫുൾ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സും ടാഗ് ലൈനും ഫൗണ്ടേഷനും ഹെഡും ഒക്കെ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാണ്ടിരിക്കുക, കമന്റ് ചെയ്യുന്ന കാര്യം മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ടാറ്റാ, ബൈ ബൈ, സീ യു.